പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ? മാനത്തെ ദേവൻ വലിയ ദേവൻ, കീഴ് ദൈവന്മാർ ഭൂമിയിലെ ദൈവങ്ങൾ തങ്ങളുടെ വിഗ്രഹങ്ങൾ. രണ്ടാമത്തെ കൂട്ടരുടെ വിശ്വാസം മാനത്തെ മലക്കുകളാണ് പടച്ചോനോട് ഷെയറുള്ള ദൈവങ്ങൾ, അവരുടെ പ്രതിബിംബങ്ങളാണ് ഇവിടെയുള്ള ബിംബങ്ങൾ. അതിലെ ബിംബങ്ങൾ ആ ബിംബങ്ങൾ പ്രതിബിംബങ്ങൾ മാത്രമാണ്. അവരുടെ സാക്ഷാൽ രൂപങ്ങൾ മലക്കുകളാണ്. അവർ ആകാശത്ത് പടച്ചവനോടുകൂടെ ഷെയറുകാരായ ദൈവക്കാരാണ്. വേറെ ഒരു കൂട്ടർ ഞങ്ങൾ ഭാഗത്ത് ചെയ്യേണ്ടത് ഇവിടെയുള്ള ദൈവങ്ങൾക്ക്. ഇതെന്തിനെന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ. അവർ പറയുന്നതാ ഖുർആൻ പറഞ്ഞത് ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ഒരായത്ത് കേട്ടപ്പോത്തിന് ഈ ഒരായത്ത് കൊണ്ട് മക്കയിലെ മുശ്രിക്കുകളുടെ ശിർക്കിനെ സാമാന്യവൽക്കരിച്ചിട്ട് എല്ലാവരും ഈ ശിർക്ക് പറയുന്നവരാണ് എന്ന് ധരിച്ചു വശായ മൂഢന്മാർ, അങ്ങനെ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന പമ്പര വിധികൾ എത്ര മോശക്കാരാണ് നിങ്ങൾ ആലോചിക്കൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇവർ മാത്രമല്ല എത്രയോ ആളുകളെ ഗണ്ണിച്ച് ഖുർആൻ പറയുന്നു. ഇത് നമ്മൾ സൂക്ഷ്മമായി ആമുഖമായി തന്നെ പഠിച്ചു വെക്കണം. എന്തിന്? ശിർക്കും തൗഹീദും പഠിക്കുമ്പോൾ വെറും ഖുർആൻ പറയുന്നത് ഒരു മുശ്രിക്കിനെ മാത്രം ഗണ്ണിക്കാനല്ല, പല മുശ്രിക്കുകളെ ഗണ്ണിക്കാനാണ്. ഒന്നേ, മുശ്രിക്കുകളെ മാത്രം ഗണ്ണിക്കാനല്ല, കാഫിറുകളും പലരെയും ഗണ്ണിക്കുവാനാണ്. മുശ്രിക്കുകളും കാഫിറുകളോ ഇതെന്നെ ആലോചിച്ചിട്ടില്ല നമ്മളെ കൂട്ടർ. ഏത് കൂട്ടര്? നമ്മളെ പുത്തൻവാദികൾ. അവർ വിചാരിച്ച കുഫ്റൊന്നും ശിർക്കൊന്നും ഒക്കെ ഒന്നും എന്നാൽ അതെന്നെ ആദ്യം പഠിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അപ്പം വരുന്ന ശബ്ദമാണ് ഈമാനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്ർ, കാഫിറാവും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, എന്റെ കയ്യിലുള്ള ഒരു മുസഹഫിന് ഞാൻ നിസ്സാരമാക്കി ചീന്തിയാൽ സാക്ഷാർത്ഥത്തിൽ തന്നെ കാഫിറായി. നിസ്സാരമാക്കാനോ അല്ലേന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും മുസഹഫ് ചീന്തിയവനെ, മുസഹഫാണ് അറിഞ്ഞിട്ട് ചീന്തിയവനെ നമ്മൾ അവൻ കാഫിറിന് വിധിയെടുത്തു. അതിന്റെ അർത്ഥം മുശ്രിക്കുന്നല്ല, അവിടെ ശിർക്കില്ല. ശിർക്ക് വിശ്വാസത്തിൽ മാത്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുഫറുണ്ട്. ആ കുഫറുകളെ വിലയിരുത്തിയിട്ട് വേണം. അതുപോലെ തന്നെ നിസ്കാരം നിഷേധിച്ചവരാണ്, കാഫിറാണ്, മുശ്രിക്കല്ല. നബിതങ്ങളുടെ നുബുവത്ത് നിഷേധിച്ചവരാണ്, കാഫിറാണ്, മുശ്രിക്കല്ല. നബിതങ്ങൾ അന്ത്യപ്രവാചകരല്ല എന്ന് വിശ്വസിച്ച ഒരാൾ കാഫിറാണ്, ഖാദിയാനി, മുശ്രിക്കല്ല. പരലോകമില്ല എന്ന് നിഷേധിച്ച ഒരാൾ കാഫിറാണ്, മുശ്രിക്കല്ല. പരലോകത്തിൽ സ്വർഗമില്ല എന്ന് നിഷേധിച്ച ഒരാൾ കാഫിറാണ്, മുശ്രിക്കല്ല. നരകമില്ല എന്ന് നിഷേധിച്ച ഒരാൾ കാഫിറാണ്, മുശ്രിക്കല്ല. സിറാത്ത് കാലമില്ല എന്ന് വിശ്വസിച്ച ഒരാൾ കാഫിറാണ്, മുശ്രിക്കല്ല. ശിർക്ക് എന്ന് പറയുന്നത് കുഫറല്ല, കുഫറിന്റെ അകത്തുള്ള ഒരു പ്രത്യേക കുഫറാണ്. എല്ലാ ജീവികളും മനുഷ്യരല്ല, ജീവികളുടെ ഒരു പ്രത്യേക വിഭാഗമാണ് മനുഷ്യരെന്ന പോലെ കുഫറിന്റെ ഇനങ്ങളിലെ ഒരു ഇനം മാത്രമാകുന്നു ശിർക്ക്. അതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. നമ്മളെ മേൽ ആരോപിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽപ്പെട്ട ഒരു കുഫറാണെങ്കിൽ പൊറുക്കാന്നാലും പറ്റൂല. പൊറുക്കാന്ന തൊള്ളിൽ വരുന്നത്, പക്ഷെ പൊറുക്കാന്നാലും പറ്റൂല. പക്ഷേ ഗൗരവപ്പെട്ട പൊറുക്കാത്ത ഒരു വ്യാഖ്യാനവുമില്ലാത്തവണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയില്ല എന്ന് ഗണ്ഡിതമായി പറഞ്ഞ ശിർക്കിന്റെ വിശ്വാസം, അതാണല്ലോ സുന്നികളായ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആരോപിക്കുന്നത്. എത്ര കടുത്ത കൈ അത്, കടുത്ത കൈ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എത്ര കാഫിറുകളുണ്ട്. ഞാനത് ഒരൊറ്റ വായന വായിച്ച് അവസാനിപ്പിക്കാം. 90 റാസി 2:90. വലഖദ് കാന അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽഖ് തങ്ങളായിരുന്നു മുബ്തലൻ ബിജമീഇ ഫിറഖിൽ കുഫാർ, കാഫിറുകളിലെ വിവിധ ഇനങ്ങളെ കൊണ്ട് നബി തങ്ങൾ പരീക്ഷിക്കപ്പെട്ടവരാണ്. എല്ലാരെ കൊണ്ടും കുടുങ്ങി നബി. ഒരു കൂട്ടർ മാത്രമല്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ കാഫിറുകൾ ബഹുദൈവ വിശ്വാസികൾ മാത്രമായിരുന്നെങ്കിൽ ശേഷം വന്ന അനേകം പ്രവാചകന്മാർക്ക് നേരിടേണ്ടി വന്നത് ഒരു വിഭാഗം കാഫിറുകളെ മാത്രമാണെങ്കിൽ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിടേണ്ടി വന്നത് പല വിഭാഗത്തെയാണ്. ഫല്ലവ്വലു അദ്ദഹിരിയ, ഒന്നാം വിഭാഗം ദഹിരിയത്തി, ദൈവനിഷേധികൾ, പ്രകൃതിവാദികൾ. രണ്ടാം വിഭാഗം അല്ലദീന യുൻകിറൂനൽ ഖാദിറൽ മുഖ്താർ, കഴിവുള്ളവനായ അല്ലാഹുവിനെ കുദറത്തുള്ള ശ്രേഷ്ഠപ്രകാരം ചെയ്യുന്ന അല്ലാഹുവിനെ നിഷേധിച്ച കാഫിറുകൾ, മുശ്രിക്കല്ല.
അള്ളാഹുവിനോട് കൂടെ ബഹുദൈവത്തെ മറ്റൊരു ദൈവത്തെയും കൂട്ടുകാരനെയും സ്ഥിരപ്പെടുത്തിയവർ മുശ്രിക്ക്. നബിയുടെ പ്രവാചകത്വത്തിൽ ആക്ഷേപിച്ചവർ നുബുവത്തിൽ വിശ്വസിക്കാത്തവർ കാഫിർ. പുനർജന്മത്തെ നിഷേധിക്കുന്നവർ കാഫിറാണ്, മുശ്രിക്കല്ല. അള്ളാന്റെ നിയമങ്ങൾ നമുക്ക് ബാധകല്ല, നിസ്കാരം നോൽപ്പൊന്നും നമുക്ക് ബാധകല്ല, നമുക്ക് അള്ളാനെ അറിഞ്ഞാൽ മാത്രം മതി, നിസ്കാരം നോൽപ്പൊന്നും വേണ്ടാന്നൊക്കെ ചിലർ വിചാരിക്കൂലേ? അങ്ങനെ വാദിക്കുന്നവർ അവർ കാഫിറാണ്, മുശ്രിക്കല്ല. ഇങ്ങനെ എത്രയെത്ര കൂട്ടരെയാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എന്ന് നബി തങ്ങളുടെ പ്രതിയോഗികളെ സംബന്ധിച്ച് വിശദമായി വിവരിക്കുന്ന പഠനങ്ങൾ നമ്മുടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ മുഫസ്സിറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത്തരം വിഭാഗങ്ങളെ മുഴുവൻ ഖണ്ഡിച്ച ആയത്ത് ഖുർആനിലുണ്ട്. അതിലെ മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒരു കൂട്ടം ആളുകളുടെ മാത്രം വാദമാണ് കേവലം ശുപാർശകരായ ദൈവങ്ങളാകുന്നു ഞങ്ങളുടെ ദൈവങ്ങൾ എന്ന വാദം. ആ വാദത്തെ മാത്രം ഖണ്ഡിച്ചുകൊണ്ടുള്ള ഒരായത്താണ് എന്ന് വഹാബി സ്റ്റേജുകളിലും അവരെഴുതുന്ന പേജുകളിലും നിരന്തരം കേൾക്കപ്പെടുന്നതായ ആയത്ത്. ആ ആയത്തിനെ മാത്രം പിടിച്ചിട്ട് മക്ക മുശ്രിക്കുകൾ കേവലം ശുപാർശ ദൈവങ്ങളും വിശ്വസിക്കുന്നവരാണ്. അവരെ പോലെ തന്നെ സുന്നികളും ശുപാർശകരിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ശിർക്കാണെന്ന് പറയുന്നവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന്റെ സ്വഭാവം പഠിച്ചില്ല. ഇത്തരം കാഫിര്യങ്ങളെയൊക്കെ സമുദ്ധരിച്ച് തൗഹീദിന്റെ വക്താക്കളാക്കി മാറ്റിയിട്ട് അവസാനത്തെ തന്റെ വേർപാടിന്റെ കാലത്ത് ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തെ കുറിച്ച് പറഞ്ഞ വചനങ്ങൾ അവർ ഒരിക്കലും കേട്ടിട്ടില്ലേ? ആരംഭ നബി തങ്ങളെ തൊട്ട് ധരിക്കപ്പെടുന്ന ഹദീസ്, നബി തങ്ങൾ വീട്ടിൽ രോഗാതുരനായി കിടക്കുമ്പോൾ ഒരു നാൾ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് സഹീഹുൽ ബുഖാരി നിവേദനം ചെയ്യുന്നു. ഇമാം ബുഖാരി എത്ര തവണയാണ് നിവേദനം ചെയ്യുന്നത്? പല ബാബുകളിൽ. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അല്ലാഹുവിന്റെ റസൂൽ അന്ന് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ തന്റെ പൂർവ്വഗാമികളായ സഹോദരന്മാർക്ക് വേണ്ടി ദുആ ചെയ്തു. സാധാരണ മരണപ്പെട്ട ആളുകൾക്ക് ദുആ ചെയ്യുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മയായി അവരെ. ചില ഹദീസുകളുണ്ട് തന്റെ അനുചരന്മാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന സഖാക്കളോടും മരണപ്പെട്ടുപോയ പൂർവ്വഗാമികളോടും ഒന്നിച്ചിരുന്ന പറയുന്നത് പോലെയാണ് നബിയുടെ അന്നത്തെ ചെയ്തികളും വാക്കുകളും ഉണ്ടായത്. അപ്പൊ ഉഹദിൽ ഷഹീദായവർ വല്ലാത്ത പ്രയാസം അനുഭവിച്ചവരാണ്. ഉടുമുണ്ടില്ലാത്തവർ, കഫൻ ചെയ്യാൻ പോലും കഴിയാത്തവർ, ഒന്നും കഴിക്കാത്തവർ. ഈ പാവപ്പെട്ട സ്വഹാബാക്കൾ ഓർമ്മ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു. എന്നിട്ട് നബി അന്ന് മിമ്പറിലേക്ക് തങ്ങൾ കയറി. എന്നിട്ട് നബി പറഞ്ഞു, ഇന്നി ഫറത്തുൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് മുമ്പേ ആഖിറത്തിലേക്ക് കടന്നു പോകും. ഞാൻ നേരത്തെ അവിടെ ചെന്ന് ഒരുക്കണമല്ലോ. വഇന്നി ഷഹീദുൻ അലൈക്കും, നിങ്ങൾ മറ്റു വാദക്കാർക്കും അമ്പിയാക്കൾക്കും വേണ്ടി അവരുടെ ജനതക്കെതിരെ വാദിക്കുമ്പോൾ അന്ന് നിങ്ങൾക്ക് സാക്ഷി പറയാൻ ഞാൻ അവിടെ ഉണ്ടാകും. അല്ലാഹുവാണ്, ഞാനിതാ നോക്കി കാണുന്നു എന്റെ ആ ഹൗദുൽ കൗസരിന്റെ ഞാനുണ്ടാകും. ഭൂമിയുടെ സകല ഖജനാവുകളുടെയും താക്കോലുകൾ എന്റെ ഈ കരങ്ങളിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, എന്റെ ഈ വചനങ്ങളിൽ, എന്റെ ഈ കരമന്നവങ്ങളിൽ ഭൂമിയുടെ സകല ഖജാനകളുടെയും താക്കോലുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞേക്കാം, നിങ്ങൾ മുശ്രിക്കുകളായി പോകും, നിങ്ങളിൽ ശിർക്ക് വന്നു പോകുമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെ പറ്റി ഭയപ്പെടുന്നില്ല, എന്റെ സമുദായത്തെ പറ്റി ഭയപ്പെടുന്നില്ല. എനിക്ക് ശേഷം ഒരിക്കലും എന്റെ സമുദായം നിങ്ങൾ ശിർക്കിലേക്ക് കടന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖാഫു അലൈക്കും അൻ തുനാഫിസൂ ഫീഹാ, ദുനിയാവിന്റെ പളപളപ്പിൽ മത്സരികളായി നിങ്ങൾ മാറും. ദുനിയാവിൽ നിങ്ങളുടെ മുഴുവൻ താല്പര്യവും പരിശ്രമവും കുടുങ്ങും. അതുമാത്രമാണ് എനിക്ക് ഭയം. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഈ ഉമ്മത്തിൽ ഇവരാരോപിക്കുന്നത് പോലുള്ള ഒരു ശിർക്കിന്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന വരുംകാലത്ത് തന്റെ ഉമ്മത്തിന്റെ എല്ലാ സംഭവ വികാസങ്ങളും കണ്ടറിഞ്ഞ് വഹി മുഖേന അല്ലാഹു തആല ദർശിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ശിർക്കിന്റെ കാര്യം നബി തങ്ങൾ അന്ന് പറയുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഹദീസോ ഈ പറയുന്ന അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു മാറ്റിക്കൊണ്ട ശിർക്ക്, ആ
ശിർക്കിനെതിരെ നബി തങ്ങൾ സംസാരിച്ച ഒരൊറ്റ ഹദീസിന്റെ തുണ്ട് 75 കൊല്ലക്കാലം സുന്നികൾക്കെതിരെ ശിർക്കിന്റെ ആരോപണം ഉന്നയിച്ച് പാട്ടുപാടി നടന്ന വഹാബികൾക്ക് തെളിയിക്കാൻ കഴിയുമോ? കാണൂല. നബിയുടെ ഒരൊറ്റ പ്രവചനങ്ങളിലുമില്ല. ആയത്ത് മുഴുവൻ അതാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന നിങ്ങൾ ഈ ഉമ്മത്തിലെ ശിർക്ക് നബി തങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഹദീസ് ആ ശിർക്കിനെ ചൊല്ലി വേണം. ഇനി നോക്കുമ്പോൾ ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ വല്ലാത്ത കരച്ചിൽ